കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം ദൈവം നമുക്ക് നൽകിയല്ലോ. ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. For whatever is born of God overcomes the world, and this is the victory that has overcome the world, our faith. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമുക്കിന്നിവിടെ വായിച്ച് കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചത്. ഈ വേദഭാഗത്തിൽ ലോകത്തെ ജയിക്കുന്നു എന്നുള്ള ആ ഒരു പ്രത്യേക ഭാഗം ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ലോകത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടെ ലോകം എന്ന് പറയുന്നത് ഈ ഭൂമിയല്ല, മറിച്ച് ഈ ഭൂമിയിലുള്ള മനുഷ്യർ, അതുപോലെ തന്നെ മനുഷ്യരുടെ ഇടയിലുള്ള സംവിധാനങ്ങൾ, ആയതുപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതുപോലെ ലോകത്തെ ഭരിക്കുന്ന ലോകാധിപതിയായ പിശാച്, ലോകത്തിൻ്റെ പ്രഭു എന്ന് പിശാചിനെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകം പിശാചിൻ്റെ കീഴിൽ ആയതുകൊണ്ട് പിശാച് എപ്പോഴും ലോകത്തിൽ ആയിരിക്കുന്ന ദൈവമക്കൾക്ക് എതിരെ പ്രവർത്തിക്കുന്നു. ഈ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മൾ ജയിക്കേണ്ടത് ലോകത്തെയാണ് എന്ന് പറഞ്ഞാൽ പിശാചിനെയും അവൻ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങളെയും നാം ജയിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹപ്രദമായൊരു ജീവിതം നയിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. പലപ്പോഴും നമ്മൾ നിർബന്ധിക്കപ്പെടുന്നത് ഈ ലോകത്തിന് അനുസരിച്ച് പോകുവാനാണ്. അതായത് ഈ ലോകത്തെ അനുസരിച്ച് നമ്മൾ പോകുമ്പോൾ, ലോകപ്രകാരം പോകുമ്പോൾ നമ്മുടെ ജീവിതം താരതമ്യേന എളുപ്പമുള്ളതും സന്തോഷകരമായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതായ ആ ആത്മരക്ഷയെ നമുക്ക് പ്രാപിക്കാൻ സാധ്യമല്ല. ഈ ലോകം കൊണ്ട് നമ്മൾ അവസാനിച്ചു പോകും. വളരെ മിടുമിടുക്കന്മാരായ ആളുകൾ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. നമ്മൾ എല്ലാവരും പറയുന്നതായ അലക്സാണ്ടർ ചക്രവർത്തി 33 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ഈ ലോകം വിട്ടു പോകുന്നത്. പക്ഷേ ഈ 33 വയസ്സുവരെ ഈ ലോകത്തെ എൻജോയ് ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു അലക്സാണ്ടർ ദ ഗ്രേറ്റ്. പക്ഷെ എന്താണ് സംഭവിച്ചത്? തൻ്റെ മരണസമയത്ത് താൻ പറഞ്ഞ വാക്കുകൾ, ഒന്നുമില്ലാത്തവനായി ഞാൻ ലോകത്തിൽ വന്നു, ഒന്നുമില്ലാത്തവനായി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഞാനൊരു പരാജയമായി. എത്രയും കാര്യങ്ങൾ താൻ വെട്ടിപ്പിടിച്ചവനാ. പക്ഷേ താൻ പറയുന്നു, ഞാൻ ശൂന്യനായി പോകുന്നു. കാരണം ഈ ലോകം ഒരിക്കലും നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി നമ്മെ സഹായിക്കുകയില്ല, മറിച്ച് നമ്മെ നശിപ്പിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോകം ദുഷ്ടനായ പിശാചിൻ്റെ ആധിപത്യത്തിന് കീഴിൽ കിടക്കുക. പിശാച് വരുന്നതിനെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്, പിശാച് മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും വരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ പെട്ട് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും മനസ്സിലാക്കേണ്ടത്, ആത്യന്തികമായി അവർ മോഷ്ടിക്കപ്പെടുകയും അറുക്കപ്പെടുകയും മുടിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ കർത്താവ് യേശുക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ വരുന്നത് ജീവനും സമർത്ഥമായ ജീവന് നൽകുവാനാണ്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ പിതാവായി ദൈവം നമുക്ക് വേണ്ടി അയച്ചത് നാം യേശു മൂലം ജീവങ്കിലേക്ക് കടക്കുവാനാണ്. ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്നും രക്ഷ പ്രാപിച്ച് നിത്യ ജീവനിലേക്ക് കടക്കുവാനാണ് ദൈവം ആവശ്യപ്പെടുന്നത്. നോക്കിക്കേ, ഇവിടെ വ്യക്തമായി പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചത്. എന്താണ് ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറയുന്നത്? 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഇതേ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച ഏതൊരു വ്യക്തിയും ദൈവത്തിൽ നിന്നും ജനിച്ചതായ വ്യക്തിയാണ്. അവർക്ക് ഈ ലോകത്തെ ജയിക്കുവാൻ സാധിക്കും. എങ്ങനെ? അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത് അബൈഡിങ് ഇൻ ക്രൈസ്റ്റ്, കർത്താവായ യേശുക്രിസ്തുവിൽ വസിക്കുക വഴി. എങ്ങനെയാണ് യേശുവിൽ വസിക്കുന്നത്? അവൻ്റെ വചനത്തെ പാലിച്ചുകൊണ്ട് അവൻ്റെ വചനപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ നാം അവനിൽ വസിക്കുന്നതായ അവസ്ഥയിലേക്ക് കടന്നു വരും. അപ്പോൾ ഇവിടെ വിശ്വാസമെന്ന് പറയുന്നത് അബൈഡിങ് ഫെയ്ത്താണ്. നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിൽ വസിച്ച് വിശ്വസിക്കുക. കർത്താവ് യേശുക്രിസ്തുവിനോടുകൂടെ ചേർന്നുള്ളൊരു ജീവിതമാണ്. അങ്ങനെ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും
അവർക്ക് ഈ ലോകത്തെ ജയിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ലോകത്തിലുള്ള കഷ്ടങ്ങളെ, ഈ ലോകത്തിലുള്ള പ്രതികൂലങ്ങളെ, നിങ്ങൾക്കെതിരെ കടന്നു വരുന്ന ഈശാനമൂലനെ, നിങ്ങൾക്കെതിരെ കടന്നു വരുന്ന പ്രതികൂല കാറ്റിനെ അതിജീവിക്കുവാൻ ക്രിസ്തുവിലുള്ള വിശ്വാസം നിങ്ങൾക്കിടയായിത്തീരും. അതുകൊണ്ട് യേശുവിലുള്ള ആ അബൈഡിങ് ഫെയ്ത്ത്, വസിച്ചുള്ള വിശ്വാസം നമുക്കുണ്ടാകുന്നുവെങ്കിൽ നമുക്ക് ഈ ലോകത്തെ ജയിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയപിതാവേ, ഈ വചനത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരും കർത്താവേ, ലോകത്തെ ജയിക്കുവാൻ തക്കോണം നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹാവ് എ നൈസ് ഡേ. ഗാഡ് ബ്ലെസ് യു ഓൾ.